ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിലേക്കുള്ള ഒരു വഴിയിൽ സ്വഹാബത്തിൻ്റെ കൂടെ ഒരു യാത്രയിൽ മക്കയിലേക്കുള്ള ഒരു വഴിയിലായിരുന്നു. അപ്പോഴാണ് ജുംദാൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ പർവ്വതം, താണ്ടിക്കടക്കാൻ സാധിക്കുന്ന വലിയ ഒരു പർവ്വതം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സീറൂ ഹാദാ ജുംദാനു സബഖൽ മുഫർരിദൂൻ. മുഫർരിദീങ്ങളായ ഏതാനും ഏകാകികളായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ധാരാളമൊന്നുമില്ലാത്ത ചില ആളുകൾ താണ്ടിക്കടന്നിട്ടുള്ള ഈ മഹത്തായ മലമ്പാത നിങ്ങളൊന്ന് താണ്ടിക്കടക്കണം, ഒന്ന് സഞ്ചരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഖാലൂ വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ മുഫർരിദീങ്ങളെ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? കാരണം അത് അത്രയും വലിയൊരു പർവ്വതമാണ്, അതങ്ങനെ മറികടക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതേപോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ മുഫർരിദീങ്ങൾ എന്നവർ ചോദിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണവർ. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും, അവർക്കും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ടവരിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും, എല്ലാവരും, അള്ളാഹുവിൻ്റെ അടിമകളെല്ലാവരും, അള്ളാഹുവിൻ്റെ അടിമകളായ മുഴുവൻ ആളുകളും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. അപൂർവം ആളുകളെ ആ വലിയ പർവ്വതം താണ്ടിക്കടന്നിട്ടുള്ളൂ എന്നാണ്. കാരണം അത് സിമ്പിളാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പക്ഷേ റഹ്മാനായ റബ്ബിന് ഏറെ ഇഷ്ടമുള്ളതാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കൂടുതൽ ഘനം ഉണ്ടാവുന്നത്, ഏറ്റവും ഖഫീഫായി പറയാൻ പറ്റുന്ന ദിക്റുകൾ കാണുന്ന നാവിന് അള്ളാഹു ഭാരം കുറച്ചെന്നു. പക്ഷെ ആ ചൊല്ലുന്ന ദിക്റിൻ്റെ ഒക്കെ അർത്ഥവും ആശയവും എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമുള്ള ഗാംഭീര്യമുള്ള ഒരു മനുഷ്യായുസ് മുഴുവൻ വിശദീകരിച്ചാലും തീരാത്തതാണ് അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ, അത്രക്കും വലുതാണ്. പക്ഷെ അതിൻ്റെ പദങ്ങളെ അള്ളാഹു നമുക്ക് ലളിതമാക്കി തന്നു. സുബ്ഹാനല്ലാഹ് എന്ന ഒരൊറ്റ വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു പൊരുൾ എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ സകല വസ്തുക്കളും നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് പോലും ഈ വാക്കിലാണ്. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ. 7 ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ള ഏറ്റവും ചെറിയ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ മുതൽ ഇനി അതിൻ്റെ താഴെ ഏതെങ്കിലും നിലക്കുള്ള സൂക്ഷ്മകണങ്ങളുണ്ടെങ്കിൽ അത് മുതൽക്ക് ഈ മഹാപ്രപഞ്ചം വരെ ചൊല്ലുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് ചരൽക്കല്ലുകൾ കയ്യിലെടുത്തപ്പോൾ ആ ചരൽക്കല്ലുകൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നത് നബിയും സഹാബത്തും കേട്ടു എന്നാണ്. നബിയുടെ കയ്യിലിരുന്ന് അത് ചൊല്ലി എന്നാണ്. കാരണം അത് നിരന്തരം ചൊല്ലുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. നമ്മളെ അള്ളാഹു വലാക്കില്ല തഫ്ഖഹൂന തസ്ബീഹകും, നിങ്ങൾക്കത് മനസ്സിലാവൂല എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ ഒരിക്കൽ ഒരു വലിയ കാരുണ്യമെന്നുള്ള നിലക്ക് പ്രവാചകനും സഹാബത്തിനും അള്ളാഹു അത് കേൾപ്പിച്ചു കൊടുത്തു. നബിയുടെ കയ്യിൽ നിന്ന് കല്ലുകൾ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ തസ്ബീഹ് ചൊല്ലുക. പ്രവാചകൻ ആ കല്ലുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്നും അത് തസ്ബീഹ് ചെല്ലാൻ തുടങ്ങി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്നും അത് സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലാൻ തുടങ്ങി. വളരെ ബൃഹത്തായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാശയമാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. പക്ഷേ 2 ലഫ്ളിൽ അല്ലാഹു അത് ഒതുക്കി. അതിൻ്റെ ആശയവും അതിൻ്റെ പ്രതിഫലവുമാകട്ടെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്നതാണ്. അള്ളാഹു ചെയ്തെന്ന നിയമത്താണ്. നേരെ മറിച്ച് സുബ്ഹാനല്ലാഹയുടെ വ്യാഖ്യാനം മുഴുവൻ നിങ്ങൾ പറഞ്ഞു തീർക്കണമെന്നെങ്ങാനും അള്ളാഹു നമ്മുടെ മേൽ ബാധ്യതയാക്കിയിരുന്നെങ്കിൽ 7 സമുദ്രങ്ങൾ മഷിയാക്കുകയും ഭൂമിയിലെ മുഴുവൻ വൃക്ഷങ്ങളും പേനയാക്കിയാൽ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ ഹാദി റഹ്മത്തും മിനല്ലാഹ്, അള്ളാഹു നമുക്ക് ചെയ്തെന്ന റഹ്മത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ലളിതമാക്കി തന്നു, എളുപ്പമാക്കി തന്നു. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. അതിൻ്റെ ഫളായിലുകൾ ഇഹത്തിലും പരത്തിലും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ യശാഅ അല്ലാഹ്
إن الله كان عليما حكيما